രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാകും. ഇന്ന് തുടങ്ങുന്ന സ്ഥാനാർത്ഥി നിർണയ സമിതി തീരുമാനം കൈക്കൊള്ളും. റായ്ബറേലിയിൽ മത്സരിക്കാൻ വരുൺ ഗാന്ധിക്ക് മേൽ സമ്മർദ്ദമേറുന്നുവെന്ന് മനസ്സിലാക്കുന്നു. BJP ആണ് സമ്മർദ്ദം ചെലുത്തുന്നത്. രാധാകൃഷ്ണൻ തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയ സമിതി ഇന്ന് യോഗം ചേരുകയാണ്. രാഹുൽ ഗാന്ധി അമേത്തിയിൽ ഒരു തവണ കൂടി സ്ഥാനാർത്ഥിയാകുമോ എന്നതാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഘടകമായി മാറാൻ പോകുന്നത്. സോണിയാഗാന്ധി റായ്ബറേലിയിലെ ലോക്സഭാ സ്ഥാനം നേരത്തെ ഒഴിഞ്ഞിരുന്നു. അതിനുശേഷം തന്നെ അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്നുള്ള ഒരു അഭ്യൂഹം നിലനിൽക്കുകയാണ്. അതിനും ഇന്ന് വ്യക്തത ഉണ്ടാകുമെന്ന് കരുതുന്നു. റായ്ബറേലിയിലും അമേത്തിയും അടക്കമുള്ള മണ്ഡലങ്ങളിൽ 20-ാം തീയതിയാണ്, മെയ് 20-നാണ് തെരഞ്ഞെടുപ്പ് വരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇനി വൈകിക്കുക കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സ്ഥാനാർത്ഥി നിർണയം സാധ്യമല്ലാത്ത വിധത്തിലേക്ക് എത്തിയിരിക്കുന്നു. വയനാടായിരുന്നു കോൺഗ്രസിന് മുന്നിലെ ഒരു കടമ്പ. വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ മറ്റൊരിടത്ത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാൽ അത് തിരിച്ചടിയാകുമെന്ന് പാർട്ടി കരുതിയിരുന്നു. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് ഇന്നലെയോടുകൂടി കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലായിരിക്കും ഈ പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമേത്തിയിൽ സ്ഥാനാർത്ഥിയായി വീണ്ടും എത്താൻ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശ് ഘടകത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സമ്മതിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രഖ്യാപനം ഉണ്ടാകും. ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള അനുകൂല ഘടകം തങ്ങൾക്കുണ്ട് എന്ന് കരുതുന്ന BJP ഈ അമേത്തിയിലടക്കമുള്ള സ്ഥലങ്ങളിൽ, റായ്ബറേലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൂടി വിജയം നേടാനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. കഴിഞ്ഞ തവണ റായ്ബറേലിയിൽ മാത്രമാണ് കോൺഗ്രസിന് സോണിയാഗാന്ധിയിലൂടെ വിജയം കണ്ടെത്താൻ സാധിച്ചത്. അവിടെ വരുൺ ഗാന്ധിയെ ഇറക്കാനായിട്ട് BJPയും ശ്രമിക്കുന്നു. വരുൺ ഗാന്ധിയോട് ഇക്കാര്യം ആദ്യം BJP നേതൃത്വം സംസാരിച്ചപ്പോൾ അദ്ദേഹം അത് നിരസിച്ചു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അതിനുശേഷം വീണ്ടും BJP നേതൃത്വം അതൊരു നിർദ്ദേശം എന്ന രീതിയിൽ വരുൺ ഗാന്ധിക്ക് മുന്നിൽ വീണ്ടും വെച്ചിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ഗാന്ധി വേഴ്സസ് ഗാന്ധി എന്ന വിധത്തിലുള്ള ഒരു പോരാട്ടത്തിനായിരിക്കും റായ്ബറേലി സാക്ഷ്യം വഹിക്കാനായിട്ട് പോകുന്നത്. അമേത്തിയിൽ ഇതിനകം തന്നെ സ്മൃതി ഇറാനി BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ 2019 സമാനമായിട്ട് 2024 രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനി പോരാട്ടത്തിന് അമേത്തി സാക്ഷ്യം വഹിക്കും. എസ് കെ. താങ്ക് യു രാധാകൃഷ്ണൻ.